സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ സിംഗപ്പൂരിൽ നടത്തിയൊരു പരാമർശമാണ് രാജ്യത്ത് ഇപ്പോൾ ഒരു ഡിഫൻസ് സേനകളുടെ കാര്യത്തിൽ ഒരു ചർച്ചാ വിഷയമായി മാറുന്നത്. സർ, നമുക്ക് യുദ്ധവിമാനം നഷ്ടപ്പെട്ടു എന്നൊരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എത്രത്തോളം ശരിയാണ് ഈ വാർത്ത? അനിൽ ചൗഹാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു വിശദാംശങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തിനെ നമുക്ക് എങ്ങനെ വിശദീകരിക്കാൻ സാധിക്കും? നീതു, പൊതുവെ യൂട്യൂബ് ചാനലുകളിൽ അവരവരുടെ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള സുഖിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുക. പക്ഷേ അസുഖകരമായ കാര്യങ്ങളും അവരോട് വിശദീകരിക്കണമെന്ന് വ്യക്തമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് നീതു ചോദിച്ച ചോദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത്, നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ സിംഗപ്പൂരിൽ വച്ച് നടന്ന ഷാങ്കർല കോൺഫറൻസിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി. അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തത് 2 ചാനലുകളാണ്, വിദേശ ചാനൽ, ബ്ലൂംബർഗ് ടിവിയും റോയിട്ടേഴ്സ് ടിവിയും. ഈ 2 ചാനലുകളുടെയും ഇന്റർവ്യൂവിന്റെ സമയത്ത് അദ്ദേഹം ഒരു വെളിപ്പെടുത്തലുകൾ നടത്തുണ്ടായി. ഇത് മുൻപ് നമ്മുടെ എയർ ചീഫ് മാർഷൽ ഭാർത്തി നടത്തിയിരുന്ന, അതായത് നമ്മുടെ ഇതിനകത്ത് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചിരുന്നു, ഇന്ത്യക്ക് യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, ഭാർത്തിയും പറഞ്ഞിരുന്നു, വിമാനങ്ങൾ നഷ്ടപ്പെട്ടതാ ഇല്ലയോ എന്നല്ല പ്രസക്തി, ഏൽപ്പിച്ച പണി അവർ ചെയ്തിരുന്നോ എന്നുള്ളതിനാണ് പ്രസക്തി എന്ന് മാത്രം അദ്ദേഹം പറയുകയുണ്ടായി. ഇപ്പോ ഈ CDS ആയിട്ടുള്ള അനിൽ ചൗഹാനും പറഞ്ഞത്, തുടക്കത്തിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉടൻ തന്നെ തെറ്റുകൾ, അതിൽ എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പോയിന്റ് വളരെ ഇതാണ്, എന്തുകൊണ്ടാണ് അവ ഡൗൺ ചെയ്തത്, അത് എന്താണ് അതിന് കാരണം, അത് പഠിച്ച് അത് എത്രയും പെട്ടെന്ന് പഠിച്ച് 48 മണിക്കൂറിനകത്ത് നാം ഫുള്ളായി തിരിച്ചടിച്ചു എന്നാണ് പറഞ്ഞത്. ഇത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ല. ആദ്യത്തെ പ്രാവശ്യം അനിൽ ഭാരതി പറഞ്ഞത് നമുക്ക് ഒരു സൈനികനെയും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ എത്ര വിമാനങ്ങളാണോ സംഭവിച്ചതെന്നോ, വിമാനങ്ങൾ പൂർണ്ണമായി തകർന്നതാണോ കേടുപറ്റിയതാണെന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ പ്രസക്തമായ കാരണമാണ്. ഞാനിത് പറയാൻ കാരണം, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഒരു പൈലറ്റിനെ പോലും നഷ്ടപ്പെട്ടില്ലെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. 2, ഇന്നത്തെ കാലത്ത് നമുക്കിപ്പോൾ പുറത്തു വരുന്ന ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് 3 മീറ്റർ ഗ്യാപ്പുള്ള അല്ലെങ്കിൽ 1 മീറ്ററൊക്കെ ഉള്ള ഒരു വസ്തുവിനെ പോലും ഇന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ എടുക്കുവാൻ സാധിക്കും. അപ്പോ ഇനി അത് ഇന്ത്യയുടെ സൈഡിൽ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ വിമാനങ്ങൾ വീണെങ്കിൽ തന്നെ ഒന്നുകിൽ പത്രക്കാരുടെ ആരുടെയെങ്കിലും കിട്ടിയേനെ, അല്ലെങ്കിൽ എല്ലാവരുടെയും മൊബൈലുള്ള സമയമാണ്, അവർക്ക് ആർക്കെങ്കിലും കിട്ടിയേനെ, അല്ലെങ്കിൽ പിന്നീട് ഈ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മാക്സാർ പോലെയുള്ള ഉപഗ്രഹ ചാനലുകൾ അവർ ഫോട്ടോ എടുത്ത് അത് പ്രസിദ്ധീകരിച്ചേനെ എന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ, വിമാനങ്ങൾ എയറിൽ വെച്ച് അടികൊണ്ട് തകർന്നു വീണതായിരിക്കാനുള്ള സാധ്യതയില്ല. അവർ ഫ്യൂ ജെറ്റ്സ് വെയർ ഡൗൺ എന്ന് പറഞ്ഞാൽ അവ പറക്കാതായി എന്നും അർത്ഥമുണ്ട് ഇംഗ്ലീഷിൽ. ജെറ്റ്സ് വെയർ ഡൗൺ എന്ന് പറഞ്ഞാൽ തകർന്നു പോയി, മിഡ് എയറിൽ വെച്ച് തകർന്നു പോയി എന്ന് അർത്ഥമില്ല. ഒരു മിസൈൽ പതിച്ച് ഒരു വിമാനം പെട്ടെന്ന് തകരുകയാണെങ്കിൽ പൈലറ്റിന് അപകടം സംഭവിക്കും, മിസൈലിന്റെ ഇതാണ്. അപ്പോൾ ഒരുപക്ഷെ ധാരാളം വെടിയുണ്ടകൾ അതിൽ തറച്ചിട്ടുണ്ടാകാം. ഇത് പറയാൻ കാരണം, നമ്മുടെ ആദ്യത്തെ മിഷൻ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നത് 9 തീവ്രവാദ കേന്ദ്രങ്ങൾ, പാകിസ്ഥാനിനുള്ളിലുള്ള 4 എണ്ണവും പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീരിലുള്ള 5 താവളങ്ങളും നശിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു. പാകിസ്ഥാന്റെ സൈന്യത്തെ ആക്രമിക്കുകയില്ല എന്നത് വ്യക്തമായ ലക്ഷ്യങ്ങളായിരുന്നു. സൈന്യത്തെ ആക്രമിക്കില്ല എന്ന് പറയുമ്പോൾ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ ആദ്യം ആക്രമിച്ചിട്ടില്ല. നമ്മൾ അവരുടെ ഭീകര താവളങ്ങൾ മാത്രമാണ് ആക്രമിച്ചിട്ടുള്ളത്. അപ്പോ ശരിക്കും ബുദ്ധിപരമായ നമ്മുടെ ടോം കൂപ്പർ പറഞ്ഞ എന്താണ്, ഇന്ത്യ കാണിച്ച ഒരു അബദ്ധം, ആദ്യമേ വ്യോമസേന ഡിഫൻസ് സംവിധാനങ്ങൾ തകർത്തിട്ട് വേണമായിരുന്നു വ്യോമതാവളങ്ങൾ തകർക്കാൻ, അല്ലെങ്കിൽ ഈ ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ. അതായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ആ യുദ്ധത്തിന്റെ കളി മാറിപ്പോകും, തുടക്കത്തിൽ നമ്മളത് ചെയ്താൽ. അപ്പോ ഈ ഒരു പ്രശ്നം അറിഞ്ഞുകൊണ്ട് തന്നെ ഈ സൈനിക താവളങ്ങളെയും സൈനിക സന്നാഹങ്ങളെയും ആക്രമിക്കാതെ
തീവ്രവാദ കേന്ദ്രങ്ങളെ ആക്രമിച്ചു എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ അത് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നുണ്ടാവും. പാകിസ്ഥാന്റെ വിമാനവേദ തോക്കുകൾ നമ്മുടെ വിമാനങ്ങൾക്കെതിരെ നിറയൊഴിച്ചിട്ടുണ്ടാവും. നമ്മുടെ വിമാനങ്ങൾക്ക് കേടുപറ്റിയിട്ടുണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വിമാനവും മിഡെയർ തകർന്ന് വീണതിന്റെ പിക്ചർ ഒന്നും കിട്ടിയിട്ടില്ല. ഒരു പൈലറ്റിനും ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ വിമാനങ്ങൾക്ക് വെടിയേറ്റ് കാണാനും തകരാറുണ്ടായി കാണാനുമുള്ള സാധ്യതകളാണ് ഞാൻ കാണുന്നത്. എനിക്ക് ചില സോഴ്സുകളിൽ നിന്ന് മനസ്സിലായിട്ടുള്ള വിവരം, ഒരു റഫേലിനും ഒരു സുഖോയ്ക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ സർക്കാർ ഇനി പുറത്തു വിടാനിരിക്കുന്നേ ഉണ്ടായിരിക്കുള്ളൂ. എന്തായാലും നമുക്കിപ്പോൾ തൽക്കാലം നമ്മുടെ CDS, എന്തുകൊണ്ടാണ് CDS അത് പറഞ്ഞത്? കമ്പൈൻ നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്നതാണ് മിലിറ്ററിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ. അദ്ദേഹം വിദേശത്ത് പോയിട്ട് ഒരു ബ്ലൂംബർഗ് TV, റോയിട്ടേഴ്സ് പോലുള്ള ഒരു ചാനലില് ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത് പോലെ ഐ ആം ഓതറൈസ്ഡ് ടു സേ ഓൺലി ദിസ് എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് അല്ലെങ്കിൽ ജനറൽ അനിൽ ചൗഹാൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് വിമാനങ്ങൾക്ക് കേടുകൾ പറ്റിയിട്ടുണ്ട്, തകർന്നിട്ടുണ്ട്, ഫ്യൂ ജെറ്റ്സ് വെയർ ഡൗൺ. അപ്പൊ എടുത്തു ചോദിച്ച കാര്യം, പാകിസ്ഥാൻകാർ പറഞ്ഞ പോലെ 6 വിമാനങ്ങൾ വെടിവെച്ചിട്ടുണ്ടോ, അതായത് 3 റാഫേലും മറ്റു വിമാനം വെടിവെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒരിക്കലും ഇല്ല എന്ന് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. അപ്പോ അദ്ദേഹം പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടന്റ് ദാറ്റ് വെദർ ജെറ്റ്സ് വെയർ ഡൗൺ, ഇതാണ് അദ്ദേഹം ഉപയോഗിച്ച കറക്റ്റ് വാക്ക്, ജെറ്റ്സ് വെയർ ഡൗൺ. വൈ ഡിഡ് വി ലേൺ വൈ ദ ജെറ്റ്സ് വെയർ ഡൗൺ ആൻഡ് വി ഹാവ് റിയലൈസ്ഡ് ഇറ്റ്, വി ഹാവ് അണ്ടർസ്റ്റുഡ് ഇറ്റ് ആൻഡ് വി ഹാവ് കറക്റ്റഡ് ഇറ്റ് വിത്തിൻ 48 hours. ഒരു വിമാനം ആകാശത്ത് വെച്ച് തകർന്നു വീണതാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ 48 മണിക്കൂർ കൊണ്ട് ശരിയാക്കുക എന്നുള്ളത് ഒരു ന്യായമായ ചോദ്യമാണ്. അഥവാ അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അവരുടെ എയർഫോഴ്സ് ഡിഫൻസ് സംവിധാനങ്ങൾ, എയർ ഡിഫൻസ് സംവിധാനങ്ങളെ ആക്രമിക്കാതെ ഒരുപക്ഷെ ഭീകര താവളങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച് അതുകൊണ്ടാകാം അത്തരം ഒരു പരാജയം തുടക്കത്തിൽ ഉണ്ടായത്. എന്തായാലും വിമാനങ്ങൾക്ക് ചിലപ്പോൾ കേടുപാട് പറ്റിയിട്ടുണ്ടാവും. വിമാനങ്ങൾ കൃത്യമായി മുടന്തിയാണെങ്കിലും തിരിച്ചിറങ്ങിയിട്ടുണ്ടാകാം. അതിനാണ് എല്ലാ സാധ്യതകളും. അങ്ങനെയാണ് ചില വിവരങ്ങൾ ലഭിക്കുന്നത്. ഇനി ഇത് കൂടുതൽ വിശദീകരിക്കേണ്ടത് നമ്മുടെ സർക്കാരാണ്. അതിന്റെ സമയമാകുമ്പോൾ, നമ്മൾ ഇപ്പൊ ചെന്ന് ചോദിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അതിന്റെ സമയമാകുമ്പോൾ ഒരുപക്ഷെ അല്ലെങ്കിൽ സർക്കാർ അതിനെക്കുറിച്ച് വിശദമായി ചർച്ച പറയുമായിരിക്കും. എന്തായാലും അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ. 48 മണിക്കൂറിനകം ഇന്ത്യ പൂർണ്ണ ശക്തിയിൽ തിരിച്ചടിച്ചു. ആ 48 മണിക്കൂർ നമ്മൾ മിസൈലുകൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാനെ ആക്രമിച്ചത്. അങ്ങനെ അവരുടെ റഡാർ സംവിധാനങ്ങൾ തകർത്തതിന് ശേഷം 10-ാം തീയതിയോടുകൂടി വിമാനങ്ങൾ ഫുൾ ഫോഴ്സിൽ തിരിച്ചാക്രമിച്ചു എന്നാണ് അദ്ദേഹം സൂചന കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ പാകിസ്ഥാന്റെ അവകാശവാദം 6 വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞത് തികച്ചും തെറ്റാണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എത്രയാണെന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞില്ല. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തദ്ദേശമായി ഡെവലപ്പ് ചെയ്ത പ്രതിരോധ സംവിധാനങ്ങളുടെ മികവാണ്. അതിനകത്ത് അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു പ്രത്യേക കാര്യം ആകാശ് മിസൈലുകൾ ചെയ്ത സേവനമാണ്. അപ്പൊ ഈ വിദേശ വലിയ ഡ്രോണുകളെയും വിമാനങ്ങളെയും ആക്രമിക്കുന്നതിൽ ആകാശ് മിസൈലുകളുടെ ചെയ്ത സേവനം അദ്ദേഹം എടുത്തു പറയുണ്ടായി. മറ്റൊരു കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞത്, ഇന്ത്യക്കെതിരെ ധാരാളം വ്യാജ വാർത്തകളും നെറേറ്റീവുകളും രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഉണ്ടായി. അതിനെ എതിർക്കാൻ വേണ്ടി സേനയുടെ വിലപ്പെട്ട ഒരു 15% സമയം കളയേണ്ടി വന്നു എന്ന് അദ്ദേഹം ഒരു ദുഃഖത്തോടെ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു നോൺ കോണ്ടാക്ട് മൾട്ടി ഡൊമൈൻ യുദ്ധമാണ് ചെയ്തത് എന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായി എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അവർ ചോദിച്ചത്, ഈ യുദ്ധ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനുമായി ഉണ്ടായിരുന്ന ആശയവിനിമയം, ഇത് എല്ലാ യുദ്ധങ്ങളിലും ഉള്ളതാണ്, അത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ലെന്ന് മാത്രം. ഹോട്ട്ലൈൻ സംവിധാനം. അപ്പൊ സംഘർഷമുള്ളപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മിലിറ്ററി പരമായ ആശയവിനിമയ ചാനലുകൾ തുറന്നു തന്നെ ഇരുന്നു എന്നാണ് CDS ചൗഹാൻ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ഇതൊരിക്കലും ഒരു ആണവായുധ യുദ്ധത്തിന്, ട്രംപ് പറയും പോലെ ആണവായുധ യുദ്ധത്തിന്റെ വക്ക് വരെ
ഒരിക്കലും എത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹമാണ് ഇന്ത്യയുടെ ഏറ്റവും 3 കമ്പൈൻഡ് ഡിഫൻസ് ചീഫ് ഓഫ് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് ആണെന്ന് ഓർത്ത് വേണം നമ്മളത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. 2, ഇന്നത്തെ കാലത്ത് പോലും അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാന കാര്യം, പരമ്പരാഗത യുദ്ധത്തിനും ആണവ യുദ്ധത്തിനും ഇടയ്ക്ക് വലിയ ഒരു അകലമുണ്ടെന്നുള്ളതാണ്. പരമ്പരാഗതമായ യുദ്ധത്തിന് ഇപ്പോഴും പ്രസക്തി ഉണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, കാര്യങ്ങൾ ഈ 2 ഭാഗത്തുമുള്ള മിലിറ്ററി അടിക്കും. നമ്മൾ ഒരു പക്ഷേ പണ്ടത്തെ മഹാഭാരത യുദ്ധത്തില് നിങ്ങൾ എത്ര പേര് അത് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിശംബരൻ മാഷ് പറഞ്ഞ് എനിക്കറിയാം. ഞാനിതാ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നു എന്ന് പറഞ്ഞാണ് ബ്രഹ്മാസ്ത്രം തൊടുക്കുന്നത്. അതുപോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിലിറ്ററിക്കാരുടെ ഇടയിലും ഒരു 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 ചില നീതികളുണ്ട്. അതായത് അടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടിക്കും, പക്ഷേ ഒരു തന്ത്രങ്ങൾ പയറ്റും ഒക്കെ ചെയ്യും. പക്ഷെ ഒരു ഇറസ്പോൺസിബിൾ ആയിട്ട് കാര്യങ്ങളെ കൊണ്ട് വഷളാക്കിയാൽ ഏറ്റവും അധികം നഷ്ടം വരുന്നത് മിലിറ്ററികൾക്ക് തന്നെയാണ്, ഇരുവശത്തുമുള്ള മിലിറ്ററികൾക്ക് തന്നെയാണ്. അപ്പോ ഒരു യുദ്ധത്തിന്റെ തുടക്കത്തിലെങ്കിലും അത്തരം സംവിധാനങ്ങൾ ഉണ്ടാകാറില്ല. അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഈ 2 രാജ്യങ്ങളും വളരെ റെസ്പോൺസിബിളിട്ടാണ് 2 രാജ്യങ്ങളിലെയും സേനകൾ പെരുമാറിയതെന്നും കൂടി അദ്ദേഹം വളരെ വ്യക്തമാക്കി പറയുകയുണ്ടായി. 2, ഇതിനകത്ത് ഇപ്പൊ ഇങ്ങനൊരു സംഭവം കൂടെ വന്ന് ഇദ്ദേഹം കൂടെ പറഞ്ഞതിനിടയ്ക്ക് പ്രതിപക്ഷം വീണ്ടും ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ വിമാനം അടിച്ചിട്ടിട്ടുണ്ടെന്ന്. ഇവർക്കൊക്കെ ഇൻഫർമേഷൻ കൊടുക്കാനൊക്കെ ചിലപ്പോൾ ആളുകളുണ്ടാവും. പക്ഷെ അത് സർക്കാരിന് അത് ചർച്ച ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകുമോ, മിലിറ്ററിക്ക് അത് ചർച്ച ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകുമോ എന്നുള്ളത് വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തൽക്കാലം മിലിറ്ററിയുടെ നമ്മുടെ ഡിഫൻസ് സർവീസിന്റെ കമ്പൈൻഡ് ആയിട്ടുള്ള ചീഫ് പറയുന്നത് നമ്മൾ അതുവഴി സ്വീകരിക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മന്ത്രിമാരാരെങ്കിലും അതേക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്ക് നൽകണം, പബ്ലിക്കായിട്ട് പറയണം. അതിന് സമയമായിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രസക്തമായ മറ്റൊരു കാര്യമാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അന്താരാഷ്ട്ര വേദികളിൽ ഇതുപോലുള്ള വളരെ പ്രസക്തമായ എല്ലാ രാജ്യങ്ങളുടെയും ഡിഫൻസ് സംവിധാനങ്ങൾ ചർച്ച ചെയ്യുന്ന ചില വേദികൾ, ഷാങ്കർല കോൺഫറൻസ് പോലെയുള്ള ചർച്ച ചെയ്യുന്ന വേദികളിൽ എല്ലാ രാജ്യങ്ങളുടെയും ഡിഫൻസ് ചീഫ്മാരായിരിക്കും വരിക. അവിടെ ഈ മറ്റുള്ള സ്ഥലത്ത് പറയും പോലെ പറയാൻ അല്ലെങ്കിൽ പറയാതിരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോഴും അദ്ദേഹം വിമാനങ്ങൾ തകർന്നു പോയിട്ടുണ്ടെന്നോ നമുക്ക് ഇറിപ്പയറബിൾ ആയിട്ടുള്ള ലോസ് ഉണ്ടായിട്ടുണ്ടെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുമ്പത്തെ ചില ചർച്ചകൾ പറഞ്ഞ അവിടെ ഇന്ത്യ ഡീകോയ് ഫൈറ്റേഴ്സ് ഉറപ്പായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇപ്രാവശ്യം അദ്ദേഹം പറഞ്ഞതല്ല, മുമ്പ് പല വാർത്തകളും വന്നിട്ടുണ്ട്. നമ്മൾ ഇത്തരം ഡീകോയ് ശരിക്കുള്ളതല്ലാത്ത പ്ലെയിനുകളെ പറത്തി വിട്ടിട്ടുണ്ടെങ്കിൽ, അതിനെ പാകിസ്ഥാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മൾ നമ്മുടെ വിമാനമായിട്ട് തന്നെ കരുതുന്ന സംസാരിക്കുന്നതാണ് ഇപ്പോഴും ബുദ്ധി എന്നുള്ളതും കൂടി പ്രേക്ഷകർ പ്രത്യേകം ഓർക്കണം. അതായത് ഇപ്പം നമ്മൾ പറത്തി വിട്ടത് ഡീകോയ് ആണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റൂല, അടിച്ചില്ലെന്നും അടി കൊണ്ടിട്ടില്ലെന്നും പറയാൻ പറ്റൂല. അതും കൂടെ നമ്മൾ മനസ്സിൽ വച്ചത് കൊണ്ട് വേണം നമ്മുടെ ചീഫ് ഓഫ് കമ്പൈൻഡ് ഡിഫൻസ് സർവീസിന്റെ ജനറൽ അനിൽ ചൗഹാൻ പറഞ്ഞ വാക്കുകളെ വിലയിരുത്തുവാൻ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സുഖകരമല്ലാത്ത കാര്യങ്ങളും പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നതാണ് അതിന്റെ ശരിയായ രീതി എന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് വേറെ ആരും ഒരു യൂട്യൂബ് ചാനലിലും ഇത് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളത് നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. താങ്ക് യു. യെസ്, എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ സിന്ധൂരിനിടെ ഇന്ത്യക്ക് പോർവിമാനം നഷ്ടമായിട്ടുണ്ട് എന്നുള്ള സൂചന തന്നെയാണ് സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ സിംഗപ്പൂരിൽ നടന്ന ഒരു പരിപാടിക്കിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പ്രതിപക്ഷ ശക്തികൾക്ക് അവരൊരു ആയുധമായി പ്രതിപക്ഷ പാർട്ടികൾ ആ സംഭവത്തെ എടുക്കുന്നു, അല്ലെങ്കിൽ ആ പരാമർശത്തെ എടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നത് ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഒരു വാർത്തയായി വന്നിരിക്കുന്നത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു വിനോദ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.